രണ്ടും കൽപ്പിച്ചോ പ്രചാരണം എന്ന ചോദ്യത്തിന് രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. ബി.ജെ.പി. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ചോദിക്കുകയാണ്. അപ്പോൾ മോദിക്ക് കാര്യങ്ങൾ എളുപ്പമായി. അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ മോദി അത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ മോദി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പിണറായി വിജയൻ പറയുന്നത്. അമേഠിയിൽ നിന്ന് പേടിച്ച് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നു. അതേ കാര്യം ഇന്ന് പിണറായി വിജയൻ പറയുന്നു. അതാണ് രണ്ടുപേർക്കും ഒരേ സ്വരമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷേ ഇത് തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ നേരത്തെയും ഇത് ചർച്ച ചെയ്തതാണ്. മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി ആദ്യം നടത്തിയത്. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കെതിരെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞെടുത്താണ് എന്താണ് കേന്ദ്ര ഏജൻസി ഇവിടെ വന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അത് മണ്ടൻ ചോദ്യമായിരുന്നു, രാഷ്ട്രീയ മണ്ടത്തരമായിരുന്നു. ആ മണ്ടത്തരത്തിന് തുടർച്ചയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് പിണറായി വിജയൻ അത് ഏറ്റെടുത്തത്. ഒരിക്കലും പറയാത്ത മോദി തന്നെ ഒഴിവാക്കി കളഞ്ഞ പപ്പു പേര് വീണ്ടും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അണികൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും രാഹുലിനെതിരെ പരിഹസിക്കാനായി ഈ വാക്ക് ഉപയോഗിക്കുന്നു അണികൾ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിലുമപ്പുറം ഇ.പി. ജയരാജനെ പോലുള്ള നേതാക്കൾ അവിടെ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണി എന്താണ്, ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പരിഹാസം ദേശീയ തലത്തിൽ തന്നെ മോദിക്ക് നടത്താനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയെ സംശയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പിണറായി വിജയൻ സംസാരിച്ചത്. അങ്ങനെ മതനിരപേക്ഷതയിൽ സംശയിക്കുന്ന ഒരു നേതാവിൻ്റെ പടം വെച്ചുകൊണ്ടാണ് CPM തമിഴ്നാട്ടിൽ വോട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കളെ പോലും പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നിലപാട് ഇവിടെ CPM സ്വീകരിക്കുന്നത് നന്നാവില്ല. ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സഖ്യവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് രണ്ടു കൂട്ടർക്കും കേരളത്തെ സംബന്ധിച്ച് പ്രധാനമാണ്, കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെ മാറ്റിക്കൊണ്ട് പരസ്പരം കടിച്ചു കീറാനാണോ തുനിയേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ജനം ഇത് കാണുന്നുണ്ട് എന്ന് രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെട്ടാൽ നല്ലതാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്രചാരണം. Meet the editors.